സെക്കൻഡ് സെമസ്റ്റർ BSc കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പറായിട്ടുള്ള പ്രോബബിലിറ്റി തിയറിയുടെ ഒക്ടോബർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിലെ പാർട്ട് ബിയിലെ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ എനി 2 അഡ്വാൻറ്റേജസ് ആൻഡ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. ഫ്രീക്വൻസി ഡെഫിനിഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. No elaborate calculation is necessary to find the probability of an event. The probability of an event can be determined without making assumptions like equally likely. Limitations: only an estimate of the probability of an event can be obtained by this method. Even to get an estimate of the probability, the random experiment is to be repeated a very large number of times. அடுத்த question. For any 3 events A, B and C, show that probability of A union B given C is equal to probability of A given C plus probability of B given C minus probability of A intersection B given C. അപ്പോൾ നമ്മൾ ഇതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ ബി ഗിവൺ സി, ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യം, കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് വരികയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അതേപോലെ ഇവിടെ വന്നിരിക്കുന്നത് എ ഗിവൺ ബിയുടെ സ്ഥാനത്ത് എ യൂണിയൻ ബി ഗിവൺ സി ആണ്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് ഈ രണ്ട് ഇവൻറ്റുകളുടെ ഇൻ്റർസെക്ഷൻ, അതായത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ഡിവൈഡഡ് ബൈ അതിൻ്റെ ഡിനോമിനേറ്ററിൽ പ്രോബബിലിറ്റി ഓഫ് സി എന്ന് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ്, ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഈ ബ്രാക്കറ്റ് മാറ്റിയിട്ട് എഴുതാം. അപ്പോൾ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി എന്ന് ആദ്യം വരും. എ ഇൻ്റർസെക്ഷൻ സി യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി, ബി ഇൻ്റർസെക്ഷൻ സി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് സി എന്നാണ് വരുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ രണ്ട് ഇവൻറ്റുകളുടെ യൂണിയനാണുള്ളത് അല്ലേ. അപ്പോൾ ബൈ എഡിഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി നമുക്ക് അറിയുന്ന കാര്യം, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, രണ്ട് ഇവൻറ്റുകളുടെ യൂണിയൻ്റെ പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന രൂപത്തിൽ എഴുതാം. അപ്പോൾ അതേപോലെ ഇവിടെ നമ്മൾ ഇവിടെ എക്കും ബിക്കും പകരം എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്ന രണ്ട് ഇവൻറ്റുകളാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ യൂണിയനെ നമുക്കിങ്ങനെ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പി ഓഫ് എയുടെ സ്ഥാനത്ത് പ്ലസ് ബിയുടെ സ്ഥാനത്ത് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് ഈ രണ്ട് ഇവൻറ്റുകളുടെ ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് we have A intersection C intersection B intersection C divided by P of C എന്നാണ് വരുന്നത് അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ P ഓഫ് A intersection C intersection B intersection Cനെ നമുക്ക് P ഓഫ് A intersection B intersection C എന്ന് എഴുതാം. കാരണം ഇവിടെ C intersection C എന്ന് പറഞ്ഞാൽ അത് C തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഓരോ സെപ്പറേറ്റ് ടേംസ് ആയിട്ട് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ടേം ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി ഡിവൈഡഡ് ബൈ പി ഓഫ് സി പ്ലസ് സെക്കൻഡ് ടേം ഈസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി ഡിവൈഡഡ് ബൈ പി ഓഫ് സി മൈനസ് തേർഡ് ടേം ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഡിവൈഡഡ് ബൈ പി ഓഫ് സി എന്ന് എഴുതും അല്ലേ. അപ്പോൾ ഈ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് വന്നാൽ അതിന് നമുക്ക് പി ഓഫ് എ ഗിവൺ ബി എന്ന് എഴുതാം.
അപ്പോൾ അതേപോലെ നോക്കുകയാണെങ്കിൽ ഇവിടെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി ഡിവൈഡഡ് ബൈ പി ഓഫ് സി ആണ് വന്നത്. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ ഗിവൺ സി പ്ലസ് ഇതേപോലെ ഇവിടെ പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി ഡിവൈഡ് ബൈ പി ഓഫ് സി, അതിനെ പി ഓഫ് ബി ഗിവൺ സി എന്ന രീതിയിൽ എഴുതാം, മൈനസ് ഇവിടെ വന്നിരിക്കുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്നാണ്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഗിവൺ സി എന്ന രൂപത്തിൽ എഴുതും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോബബിലിറ്റി ഈസ് ദാറ്റ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിൽ ബി അലൈവ് 20 years from now is given by 0.8 and 0.9 respectively. Find the probabilities that in 20 years, first question, both of them will be alive. Second question, neither of them will be alive. And third one is at least one of them will be alive. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾക്കുള്ള പ്രോബബിലിറ്റിയാണ് തന്നിരിക്കുന്നത്. 20 years from now ഹസ്ബൻഡ് വിൽ ബി അലൈവ് അതിനുള്ള പ്രോബബിലിറ്റിയും 20 years from now വൈഫ് വിൽ ബി അലൈവ് അതിനുള്ള പ്രോബബിലിറ്റിയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് ഇവൻറ്റുകൾക്ക് നമ്മൾ എ എന്നും ബി എന്നും പേര് കൊടുക്കാം. അപ്പോൾ ലെറ്റ് ദ ഇവൻറ്റ് എ ഇസ് ഈക്വൽ ടു ഹസ്ബൻഡ് വിൽ ബി അലൈവ്, ഹസ്ബൻഡ് will be alive 20 years from now. 20 years from now ഇതിനെയാണ് നമ്മൾ എ എന്ന പേര് കൊടുക്കുന്നത്. ഹസ്ബൻഡ് വിൽ ബി അലൈവ് 20 years from nowവിനെ എ എന്ന് പേര് കൊടുക്കുന്നു. അതേപോലെ ബി എന്ന് പറഞ്ഞ ഇവൻ്റായിട്ട് വൈഫ് വിൽ ബി അലൈവ് 20 years from now ഇതാണ് നമ്മൾ ബി എന്ന് പറഞ്ഞ ഇവൻറ്റ്. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് ഹസ്ബൻഡ് അലൈവ് ആവാനുള്ള പ്രോബബിലിറ്റി 0.8 ആണ്. ദറ്റ് ഈസ് ഗിവൺ പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് എ ഇസ് ഈക്വൽ ടു 0.8 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ബി ഇസ് ഈക്വൽ ടു 0.9. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ പ്രോബബിലിറ്റീസ് ദാറ്റ് ഇൻ 20 years, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ബോത്ത് ഓഫ് ദം വിൽ ബി അലൈവ്. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിൽ ബി അലൈവ് എന്നുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഇവൻറ്റുകൾ എ ആൻഡ് ബി ഉണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ ഈ രണ്ട് ഇവൻറ്റുകൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഹസ്ബൻഡ് അലൈവ് ആവുന്നതും വൈഫ് അലൈവ് ആവുന്നതും പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയിനെ ആസ് ദേ ആർ ഇൻഡിപെൻഡൻറ്റ് വി ക്യാൻ റൈറ്റ് ദിസ് ആസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇങ്ങനെ നമുക്ക് എഴുതാം. വാട്ട് ഈസ് പി ഓഫ് എ? പി ഓഫ് എ ഇസ് 0.8 ആൻഡ് പി ഓഫ് ബി ഇസ് 0.9. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 0.72. ഇതാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് നൈദർ ഓഫ് ദം വിൽ ബി അലൈവ്. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് നൈദർ വിൽ ബി അലൈവ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് നൺ എന്നൊക്കെ വന്നാൽ നമ്മൾ എഴുതുന്നത് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്നാണ്. അതായത് എയും അലൈവ് ആയിരിക്കില്ല, ഹസ്ബൻഡും അലൈവ് ആയിരിക്കില്ല, ആൻഡ് വൈഫും അലൈവ് ആയിരിക്കില്ല. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ദിസ് ഇസ് ഈക്വൽ ടു അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അല്ലെ. രണ്ട് ഇവൻറ്റുകൾ കേട്ടാൽ തന്നെ അറിയാം ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഉറപ്പായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പം എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ആസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതും. അപ്പോൾ നമുക്കിവിടെ പി ഓഫ് എയുടെ പ്രോബബിലിറ്റി അറിയാം. ദെൻ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് വിൽ ബി 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും. ദറ്റ് ഈസ് 1 മൈനസ് 0.8 ദറ്റ് ഈസ് 0.2. അതാണ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്. സിമിലർലി പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് ബി ആയിരിക്കും. ദറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.9 വിച്ച് ഇസ് ഈക്വൽ ടു 0.1. അപ്പോൾ നമുക്കിവിടെ പി ഓഫ് എ കോംപ്ലിമെൻ്റ് അറിയാം ആൻഡ് പി ഓഫ് ബി കോംപ്ലിമെൻ്റ് അറിയാം. അപ്പോൾ നമ്മളവിടെ വാല്യൂസ് കൊടുക്കുന്നു. ദ വാല്യൂസ് 0.2 ഇൻറ്റു 0.1 ദറ്റ് ഈസ് ഈക്വൽ ടു 0.02.
ഇതാണ് സെക്കൻഡ് ഇവൻറ്റിനുള്ള പ്രോബബിലിറ്റി. ഇനി മൂന്നാമത്തെ ഇവൻറ്റ്, പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ വിൽ ബി അലൈവ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ കാണാൻ നമ്മൾ ചെയ്യാറ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് കാണേണ്ടത്. അറ്റ്ലീസ്റ്റ് വണ്ണിന് നമ്മൾ കാണേണ്ടത് പി ഓഫ് എ യൂണിയൻ ബി. എങ്ങനെയാണ് നമ്മൾ പി ഓഫ് എ യൂണിയൻ ബി കാണുന്നത്? അതിന് നമ്മൾ എഡീഷൻ തിയറം ഉപയോഗിക്കുന്നു. എഡീഷൻ തിയറം പറയുന്നത് പി ഓഫ് എ യൂണിയൻ ബി ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ്. അപ്പോൾ ഇവർ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം: പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിനെ നമുക്ക് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. അതിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് 0.72 എന്ന്, അല്ലേ? അപ്പോൾ ദിസ് ഇസ് 0.8, പി ഓഫ് എ ഇസ് 0.8, ദിസ് ഇസ് 0.9 മൈനസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇസ് 0.72. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.98 എന്ന് പറയുന്ന ആൻസറാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ റാൻഡം വേരിയബിൾ എക്സ് വിത്ത് പി ഡി എഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആൻഡ് 0 എൽസ്വെയർ. ഫൈൻഡ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ്, പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ആൻഡ് തേർഡ് വൺ ഇസ് പ്രോബബിലിറ്റി ദാറ്റ് 1/4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3/4. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മളുടെ പി ഡി എഫ് തന്നിട്ടുണ്ട്. പി ഡി എഫ് എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ആണ്. ഇൻ ദ റേഞ്ച് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് 0 എൽസ്വെയർ. അപ്പം 0ൻ്റെയും 1ൻ്റെയും ഇടയിലാവുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എഫ് ഓഫ് എക്സ് 2x എന്ന് കിട്ടുന്നത്. ബാക്കിയുള്ള എല്ലാ പോയിന്റുകളിലും എഫ് ഓഫ് എക്സ് എന്താണ്? 0 ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് that is equal to, അത് കാണാനുള്ള ഫോർമുല പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് എന്നാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ ടു എക്സ്. ഇവിടെ നമ്മൾ ഏത് എക്സ് ആണോ കൊടുക്കുന്നത് -∞ മുതൽ ആ എക്സ് വരെ നമ്മൾ പി ഡി എഫിനെ എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ സി ഡി എഫ് കണ്ടുപിടിക്കുന്നത്. പിന്നെ സി ഡി എഫിൻ്റെ ഒരു പ്രത്യേകത, സി ഡി എഫ് ഇസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ്. എക്സിൻ്റെ എല്ലാ റിയൽ വാല്യൂസിലും ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് കാണാൻ വേണ്ടിയിട്ട് -∞ മുതൽ +∞ വരെയുള്ള എല്ലാ വാല്യൂസും നമ്മൾ കൊടുക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സ്മോൾ എഫ് ഓഫ് എക്സ് പി ഡി എഫിൻ്റെ റേഞ്ച് നമുക്കൊന്ന് വരച്ച് വയ്ക്കാം. അപ്പോൾ പി ഡി എഫിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പം നമ്മൾ റിയൽ ലൈന് നമ്മൾ വരയ്ക്കുകയാണ്. റിയൽ ലൈൻ ഈസ് എക്സ്റ്റെൻഡിങ് ഫ്രം -∞ ടു +∞ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇതിൽ നമ്മൾ 0ൻ്റെയും 1ൻ്റെ ഇടയിൽ എക്സ് വരുമ്പോഴാണ് നമ്മളെ പി ഡി എഫ് ഓഫ് എക്സ് എന്ത്? എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 2x ഇൻ ദ റേഞ്ച് 0 to 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ കിടക്കുമ്പോഴാണ് എഫ് ഓഫ് എക്സ് 2x എന്ന് വരുന്നത്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും എഫ് ഓഫ് എക്സ്, അതായത് -∞ മുതൽ ഇപ്പോൾ 0 വരെയുള്ള ഈ പോർഷനിൽ എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 0. അതേപോലെ 1 മുതൽ ∞ വരെയുള്ള ഈ പോർഷനിലും എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 0, അല്ലേ? അപ്പോൾ നമ്മൾ സി ഡി എഫ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എക്സ് ആദ്യം -∞യുടെയും 0ൻ്റെയും ഇടയിലാവുമ്പോൾ എന്താണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് കണ്ടുപിടിക്കണം. പിന്നെ 0ൻ്റെയും 1ൻ്റെയും ഇടയിലാവുമ്പോൾ എന്താണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് കണ്ടുപിടിക്കണം. 1ൻ്റെയും ∞ ഇടയിലാവുമ്പോൾ എന്താണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് എക്സിൻ്റെ വാല്യൂ ലൈയിങ് ബിറ്റ്വീൻ -∞ ആൻഡ് 0. അപ്പോൾ എക്സ് ലൈയിങ് ബിറ്റ്വീൻ -∞ ആൻഡ് 0. ഈ റേഞ്ചിൽ -∞യുടെയും 0ൻ്റെയും ഇടയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് നമ്മൾ എക്സ് എന്ന് പറയുന്ന വാല്യൂ കിടക്കുന്നതെങ്കിൽ എന്തായിരിക്കും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കാണാൻ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഞാൻ എടുത്ത എക്സ് വരെ ഞാൻ പി ഡി എഫിനെ എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ്. ഞാൻ എടുത്തിരിക്കുന്ന എക്സ് മൈനസ് ഇൻഫിനിറ്റിയുടെയും സീറോൻ്റെയും ഇടയിലാണ്. ആ റേഞ്ചിൽ എൻ്റെ എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു സീറോ. അപ്പോൾ സീറോ ആണ് എഫ് ഓഫ് എക്സ് വരുന്നത്. therefore ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഓൾസോ ഈക്വൽ ടു സീറോ. ഇനി അടുത്തതായിട്ട് ഞാൻ അടുത്ത റേഞ്ച്, അതായത് ഞാൻ എടുക്കാൻ പോകുന്നത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഞാൻ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സീറോവിൻ്റെയും വണ്ണിൻ്റെ ഇടയിലുള്ള ഒരു എക്സ് ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും എഫ് ഓഫ് എക്സ് വരുന്നത് എന്ന് നോക്കാം. അതായത് ഞാൻ എടുക്കാൻ പോകുന്ന എക്സ് സീറോയിൻ്റെയും വണ്ണിൻ്റെയും ഇടയിലുള്ള ഒരു എക്സ് ആണെങ്കിൽ വാട്ട് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അപ്പം എൻ്റെ എക്സ് കിടക്കുന്നത് ഇവിടെയാണ് അല്ലേ. അപ്പം ഡെഫിനിഷൻ പ്രകാരം ഞാൻ എന്ത് ചെയ്യണം? മൈനസ് ഇൻഫിനിറ്റി മുതൽ ഞാൻ എടുത്തിരിക്കുന്ന എക്സിൻ്റെ വാല്യൂ വരെ എഫ് ഓഫ് എക്സിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതായത് മൈനസ് ഇൻഫിനിറ്റി മുതൽ നമ്മളെടുത്ത എക്സ് വരെയാണ് ഞാൻ എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം മൈനസ് ഇൻഫിനിറ്റി മുതൽ ഞാൻ എടുത്ത എക്സ് വരെ തുടർച്ചയായിട്ട് നമുക്ക് ഒരേ എഫ് ഓഫ് എക്സ് അല്ല വരുന്നത്. മൈനസ് ഇൻഫിനിറ്റി മുതൽ സീറോ വരെ ഒരു എഫ് ഓഫ് എക്സ് ആണ്, സീറോ കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത എക്സ് വരെ മറ്റൊരു എഫ് ഓഫ് എക്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമ്മൾ ഇൻ്റഗ്രലിനെ ഈ എഫ് ഓഫ് എക്സിൻ്റെ മാറ്റമുള്ള റേഞ്ചിൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അതായത് മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എന്ന് പറഞ്ഞ റേഞ്ചിനെ ഞാൻ മൈനസ് ഇൻഫിനിറ്റി ടു സീറോ എന്നും പ്ലസ് സീറോ ടു എക്സ് എന്നുള്ള രണ്ട് ഇൻ്റഗ്രലുകളായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു സീറോ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സീറോ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റിയുടെയും സീറോയിൻ്റെയും ഇടയിൽ എഫ് ഓഫ് എക്സ് സീറോ ആണ്. സോ ദാറ്റ് ഇൻ്റഗ്രൽ വിൽ ബി സീറോ പ്ലസ് സീറോവിൻ്റെയും എക്സിൻ്റെയും ഇടയിൽ, സീറോവിൻ്റെയും എക്സിൻ്റെയും ഇടയിൽ, അതായത് എക്സ് സീറോൻ്റെയും വണ്ണിൻ്റെ ഇടയിൽ കിടക്കുന്ന നമ്പറാണ് അല്ലേ. അപ്പോൾ വണ്ണ് കഴിഞ്ഞ് പോയിട്ടില്ല. അപ്പോൾ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ എഫ് ഓഫ് എക്സ് എന്താണ്? 2x ആണ്. ഇൻ്റഗ്രൽ സീറോ ടു എക്സ് 2x, കാരണം ഇവിടെ എക്സ് വരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ എക്സ് വരെയാണ് നമ്മൾ എടുക്കുന്നത്, മൈനസ് ഇൻഫിനിറ്റി മുതൽ എക്സ് വരെ. ഡി എക്സിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 ആൻഡ് എക്സ്. ഇങ്ങനെയാണ് വരുന്നത്. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. എക്സ് സ്ക്വയറിന് എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എക്സ് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 0. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് തന്നെയാണ്. ഇനി നമ്മൾ അടുത്ത റേഞ്ചാണ് നോക്കാൻ പോകുന്നത്. അതായത് ഞാൻ എടുക്കാൻ പോകുന്ന എക്സ് ഞാൻ വണ്ണിൻ്റെയും ഇൻഫിനിറ്റിയുടെയും ഇടയിലുള്ള ഒരു എക്സ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അതായത് ഞാൻ അടുത്തതായിട്ട് എക്സ് ഞാൻ ഇവിടെ കിടക്കുന്ന ഒരു എക്സ് വണ്ണിൻ്റെയും ഇൻഫിനിറ്റീൻ്റെ ഇടയിൽ. അപ്പോൾ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കാണുന്നു. ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. അപ്പോൾ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഈ എക്സ് വരെ ഞാൻ എടുക്കുമ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് ഒരേ എഫ് ഓഫ് എക്സ് അല്ല. മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ ഒരു എഫ് ഓഫ് എക്സ്, 0 മുതൽ 1 വരെ മറ്റൊരു എഫ് ഓഫ് എക്സ്, 1 ടു എക്സ് വരെ വീണ്ടും വേറൊരു എഫ് ഓഫ് എക്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് റേഞ്ചിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1 ടു എക്സ് വരെ 1 ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെ 3 ഇൻ്റഗ്രലുകളായിട്ട് നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻ്റഗ്രലിൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്ന് പറഞ്ഞ ഇൻ്റഗ്രലിൽ എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ ആ ഇൻ്റഗ്രൽ 0 ആവും. പ്ലസ് ഇൻ്റഗ്രൽ 0 ടു 1, ഈ 0 ടു 1ൻ്റെ റേഞ്ചിൽ എഫ് ഓഫ് എക്സ് 2x ആണ്, 2x ഡി എക്സ് പ്ലസ് 1 ടു എക്സ്, 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ എഫ് ഓഫ് എക്സ് വിൽ ബി 0. അപ്പോൾ അതും 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു, ഇപ്പോൾ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 ആൻഡ് 1. അപ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ ദാറ്റ് ഈസ് 1. അപ്പം ലാസ്റ്റ് റേഞ്ചിൽ
നമുക്ക് എന്താ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കിട്ടുന്നത്? 1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇഫ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. ആദ്യത്തെ ഇൻ്റർവെല്ലിൽ മൈനസ് ഇൻഫിനിറ്റിൻ്റെയും 0ൻ്റെ ഇടയിൽ എക്സ് ആകുമ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് 0, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻ ദ റേഞ്ച് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതാം, and is equal to 1 if 1 in the range 1 less than or equal to x less than infinity. ഇതാണ് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. അപ്പം എക്സിൻ്റെ വാല്യൂ 1/2നെക്കാട്ടും കുറവാവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ എക്സിൻ്റെ റേഞ്ച് കിടക്കുന്നത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലാകുമ്പോൾ, എക്സിൻ്റെ വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇടയിലാകുമ്പോഴാണ് നമ്മൾ എഫ് ഓഫ് എക്സ് 2x ആവുന്നത് അല്ലേ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x കിട്ടുന്നത്. ബാക്കി എല്ലാവിടെയും എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു വാല്യൂ ആണ് ഹാഫ് അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഹാഫ് ആണ്. അതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഹാഫ് എന്ന് പറഞ്ഞാൽ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഹാഫ് എന്ന് പറഞ്ഞാൽ ഹാഫിനെക്കാട്ടോ കുറവായിട്ടാണ് വരേണ്ടത് അല്ലേ. ഹാഫിനെക്കാട്ടും കുറവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൾക്ക് ഇതേ എഫ് ഓഫ് എക്സ് വെച്ചിട്ട് 0 വരെ പോവാം. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് 0 മുതൽ ഹാഫ് വരെയാണ്. 0 മുതൽ ഹാഫ് വരെ ഈ പ്രോബബിലിറ്റി കാണാൻ PDF-നെ എഫ് ഓഫ് എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ റേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 0 ടു ഹാഫ് വരെയുള്ള റേഞ്ചിൽ എഫ് ഓഫ് എക്സ് ഇസ് 2x dx എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2നെ പുറത്തേക്ക് വയ്ക്കാം. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x²/2 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 ആൻഡ് 1/2. അപ്പോൾ 2ഉം ക്യാൻസൽ ചെയ്തു. എക്സിന് അതിൻ്റെ അപ്പർ ലിമിറ്റായിട്ടുള്ള ഹാഫ് കൊടുത്താൽ ഹാഫ് സ്ക്വയർ എന്ന് പറയും. അപ്പം 1/4 മൈനസ് 0 ദറ്റ് ഈസ് 1/4. അപ്പോൾ ഫസ്റ്റ് പ്രോബബിലിറ്റി ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1/2 ആണ് നമുക്ക് വരുന്നത്. ഇനി ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ദാറ്റ് 1/4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3/4. ഈ പ്രോബബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് എക്സിൻ്റെ വാല്യൂ 1/4ൻ്റെയും 3/4ൻ്റെയും ഇടയിൽ കിടക്കും. അപ്പോൾ 1/4 ആയാലും 3/4 ആയാലും നമ്മൾ ഈ 2x എന്ന് പറയുന്ന PDF വരുന്ന ലിമിറ്റ്സ് 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഏത് റേഞ്ചിൽ 1/4 മുതൽ 3/4 വരെ. ഇൻ്റഗ്രൽ 1/4 ടു 3/4 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് ചെയ്യേണ്ടത്. എഫ് ഓഫ് എക്സ് ഇസ് 2x dx. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x²/2 ബിറ്റ്വീൻ ലിമിറ്റ്സ് 1/4 ആൻഡ് 3/4. ഇവിടെയും 2ഉം ക്യാൻസൽ ചെയ്തു. x² എക്സിന് അപ്പർ ലിമിറ്റായിട്ട് 3/4 കൊടുക്കുക. അപ്പോൾ 3/4² മൈനസ് എക്സിന് ലോവർ ലിമിറ്റായിട്ടുള്ള 1/4 കൊടുക്കുന്നു. 1/4². ദാറ്റ് ഈസ് ഈക്വൽ ടു 9/16 മൈനസ് 1/16 വിച്ച് ഈസ് ഈക്വൽ ടു 8/16 ഓർ 1/2. ഇതാണ് നമുക്ക് പ്രോബബിലിറ്റി കിട്ടുന്നത്. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1/2. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ദാറ്റ് the PDF f of x is equal to e raised to minus x, x is greater than 0 and is equal to 0 elsewhere. Find the PDF of y is equal to x cube. And second question, y is equal to 3x plus 4. അപ്പോൾ നമുക്കിവിടെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ PDF തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. വെൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0, അതായത് 0 ടു ഇൻഫിനിറ്റിയിൽ എന്താണ് എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. ബാക്കി എല്ലാവിടെയും എഫ് ഓഫ് എക്സ് ഇസ് 0. ഇനി നമുക്ക് y ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ
PDF ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗിവൺ y is equal to x cube. അപ്പോൾ എക്സ് ക്യൂബ് y is equal to x ക്യൂബിൻ്റെ PDF കാണണം. അപ്പോൾ ലെറ്റ് ദ PDF ഓഫ് y ബി g of y. g of y ആണ് yൻ്റെ PDF എങ്കിൽ g of y നമുക്ക് കിട്ടുന്നത് നമ്മളിവിടെ ചേഞ്ച് ഓഫ് വേരിയബിൾ അത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ g of y is equal to f of x into 1 divided by modulus of dy by dx. ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് dy by dx കാണണം. അപ്പോൾ y is equal to x cube ആണെങ്കിൽ what is dy by dx? dy by dx is equal to 3x square and modulus of dy by dx is equal to 3x square തന്നെ. കാരണം ഇവിടെ പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് തന്നെയാണല്ലോ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഫോർ g of y is equal to f of x into f of x is equal to e raised to minus x into 1 divided by 3x square എന്നാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് വൈൻ്റെ PDF ആണ് നമ്മൾ എഴുതുന്നത്. അത് വൈൻ്റെ ടേംസിൽ തന്നെ എഴുതണം. അപ്പോൾ ഇവിടെ എക്സുകളല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം y is equal to x cube എന്നറിയാം. അങ്ങനെയാണെന്ന് വെച്ചാൽ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദെൻ എക്സ് is equal to y raised to 1/3 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ എക്സ് വന്നവിടെയൊക്കെ അതിനെ വൈൻ്റെ ടേംസിൽ എഴുതുകയാണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു e raised to minus y raised to 1/3 into 1/3 into എക്സിനെ y raised to 1/3 എന്ന് എഴുതാം. അപ്പോൾ എക്സ് സ്ക്വയറിനെ y raised to 2/3 എന്ന് നമുക്ക് എഴുതാം. ഓർ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് 1/3 into ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതുകയാണ്. e raised to minus y raised to 1/3 into ഡിനോമിനേറ്ററിലുള്ള y raised to 2/3നെ ഞാൻ y raised to minus 2/3 എന്ന് കൂടി എഴുതുന്നു അല്ലേ. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് വൈൻ്റെ റേഞ്ചാണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് എന്താണ്? എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0, അതായത് എക്സിൻ്റെ റേഞ്ച് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. അപ്പോൾ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 വാട്ട് ഇസ് വൈ? വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്, ദാറ്റ് ഇസ് 0 ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു 0. വെൻ എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി വൈ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അതായത് ഇവിടെ വൈൻ്റെ റേഞ്ച് മാറുന്നില്ല. അപ്പോൾ വൈൻ്റെ റേഞ്ച് എന്താണ്? വൈ ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നമുക്കറിയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് തന്നിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് വൈ ഇസ് ഈക്വൽ ടു 3x + 4ൻ്റെ PDF ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം PDF ഓഫ് വൈ, g of y is given by f of x into 1 divided by modulus of dy by dx എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് dy by dx കാണുന്നു. dy by dx is equal to 3x എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും അല്ലേ. ആൻഡ് മോഡുലസ് ഓഫ് dy by dx is also equal to 3. Therefore g of y is equal to e raised to minus y into 1/3 എന്ന് കിട്ടുന്നു. e raised to minus x, e raised to minus x into 1/3 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എക്സിനെ വൈൻ്റെ ടേംസിൽ എഴുതണം. അപ്പോൾ നമുക്ക് അറിയുന്നത് y is equal to 3x + 4 എന്നാണ്. അല്ലെങ്കിൽ y - 4 is equal to 3x or x is equal to y - 4/3 എന്ന് എഴുതാം. So gy is equal to 1/3 into e raised to minus of y - 4 divided by 3. ഇനി നമുക്ക് വൈൻ്റെ റേഞ്ച് നോക്കാം. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് എന്താണ്? എക്സിൻ്റെ റേഞ്ച് 0 to ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എക്സ് 0 ആവുമ്പോൾ when x is equal to 0 what is y? y is equal to 3x + 4 ആണ്. that is 3 into 0 plus 4, that is equal to 4. When x is equal to infinity y is equal to 3 into infinity അല്ലേ plus 4, that is equal to infinity. അപ്പോൾ വൈൻ്റെ റേഞ്ച് 4 to infinity അല്ലെങ്കിൽ y is greater than 4 എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 unbiased coins are tossed. Let x is equal to 1,
if the first coin shows head and x is equal to 0 if it shows tail. And let y denotes the number of heads obtained. Obtain the joint probability mass function of x comma y. ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്ന റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ 2 അൺബയസ്ഡ് കോയിൻസ് ആർ ടോസ്ഡ്. രണ്ട് കോയിൻസ് ടോസ് ചെയ്താൽ നമുക്ക് സാമ്പിൾ സ്പേസ് എന്താ വരുന്നത് നോക്കാം. സാമ്പിൾ സ്പേസ് എസ് ഇസ് ഈക്വൽ ടു എച്ച് 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 ടി ടി എച്ച് ആൻഡ് ടി ടി. ഇതാണ് നമ്മൾ സാമ്പിൾ സ്പേസ് വരുന്നത്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് റാൻഡം വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കോയിൻ ഹെഡ് കാണിച്ചാൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ 1 കാണിക്കും. ഫസ്റ്റ് കോയിൻ ടെയിൽ കാണിച്ചാൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ 0 കാണിക്കും അല്ലേ. അപ്പം നമുക്കിവിടെ ജസ്റ്റ് നോട്ട് ചെയ്യാം. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എച്ച് എച്ച് എന്ന് വന്നാൽ ഫസ്റ്റ് കോയിൻ ഹെഡ് കാണിക്കുന്നുണ്ട്, അപ്പോൾ ഇവിടെ 1. എച്ച് ടി എന്ന് വരുന്നു, ഫസ്റ്റ് കോയിൻ ഹെഡ് കാണിച്ചു, ഇവിടെയും 1 വരുന്നു. ടി എച്ച് ഫസ്റ്റ് കോയിൻ ടെയിൽ കാണിച്ചു, അപ്പോൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ 0 എടുക്കുന്നു. ഇവിടെയും ടി ടി ഫസ്റ്റ് കോയിൻ ടെയിൽ കാണിക്കുന്നു, 0 എടുക്കുന്നു അല്ലേ. അതുമാതിരി വൈ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്താ പറഞ്ഞിരിക്കുന്നത്? വൈ ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ വൈ എച്ച് എച്ച് വരുമ്പോൾ 2 ഹെഡുകൾ, എച്ച് ടി എന്ന് വരുമ്പം 1 ഹെഡ്, ടി ടി എന്ന് പറയുമ്പം 1 ഹെഡ്, ടി എച്ച് എന്ന് പറയുമ്പോൾ 1 ഹെഡ്, ടി ടി എന്ന് പറയുമ്പോൾ 0 ഹെഡ്സ്. അപ്പോൾ ഇങ്ങനെയാണ് അവർ ഓരോ ഔട്ട്കമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വാല്യൂസ് എടുക്കുന്നത്, അതേപോലെ വൈയും വാല്യൂസ് എടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്നു. ഇനി നമുക്ക് ജോയിൻറ്റ് പി എം എഫ് ഓഫ് എക്സ് കോമ വൈ ആണ് കാണേണ്ടത്. അപ്പോൾ ജോയിൻറ്റ് പി എം എഫ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എഫ് ഓഫ് എക്സ് കോമ വൈ ആണ് കണ്ടുപിടിക്കുന്നത്. എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ജോയിൻറ്റ് പി എം എഫ്. ദിസ് ഇസ് ദ ജോയിൻറ്റ് പി എം എഫ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു വൈ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ പെയർസ് ഓഫ് വാല്യൂസിനും കാണണം. അപ്പോൾ എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 0 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന കോമ്പിനേഷൻ 0 എഫ് ഓഫ് 0 0 ആവുമ്പോൾ എന്താണ് വാല്യൂ വരുന്നത് നോക്കാം. എഫ് ഓഫ് 0 0 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 0 ആവുന്നു. അപ്പോൾ എക്സും 0 ആവുന്നു, വൈയും 0 ആവുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്കം ഏതാണ്? പ്രോബബിലിറ്റി ഓഫ് ടി ടി. 2 ടെയിൽ വരുമ്പോഴാണ് ഫസ്റ്റ് കോയിൻ ടെയിൽ കാണിക്കും, അപ്പോൾ എക്സ് 0 എടുക്കുന്നു. നമ്പർ ഓഫ് ഹെഡ്സ് 0 ആണ്, അപ്പോൾ വൈയും 0 എടുക്കുന്നു. അപ്പോൾ പി ഓഫ് ടി ടി കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ദറ്റ് ഇസ് ഈക്വൽ ടു ടി ടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ഔട്ട്കംസ് ആണുള്ളത്. ടി ടി 2 ടെയിൽ വരാൻ ഫേവറബിൾ ആയിട്ട് ഒരു കേസ്. സോ ദ പ്രോബബിലിറ്റി ഈസ് 1/4. ഇനി അടുത്ത ഇത് നോക്കുന്നത് എഫ് ഓഫ് 0 1 വന്നാൽ എന്താ വാല്യൂ? എഫ് ഓഫ് 0 1 പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 കോമ വൈ ഇസ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0-ഉം വൈ 1-ഉം എടുക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്കമ്മേ ഉള്ളൂ. ഏതാ വരിക? ടി എച്ച്. അതായത് ഈ ഔട്ട്കം എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ടി എച്ച് കിട്ടുകയാണ്. അപ്പോൾ ടി എച്ച് കിട്ടുക എന്ന് പറഞ്ഞാലും ഈ 4 കേസുകളിൽ ഒരു ഫേവറബിൾ കേസാണ് ടി എച്ച് കിട്ടാൻ. ദ പ്രോബബിലിറ്റി ഈസ് 1/4. ഇനി അടുത്ത നോക്കുന്നത് എഫ് ഓഫ് 0 കോമ 2 അല്ലേ. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 2. അങ്ങനെ ഒരു കോമ്പിനേഷൻ നമുക്കില്ല. എക്സ് 0 ആവുകയും അതായത് ഫസ്റ്റ് ടെയിൽ കാണിക്കുകയും നമ്പർ ഓഫ് ഹെഡുകൾ 2 ആവുകയും അങ്ങനെ ഒരു ഔട്ട്കം ഇല്ല. അതൊരു ഇമ്പോസിബിൾ ഇവൻ്റ് ആണ്. സോ ദ പ്രോബബിലിറ്റി ഈസ് 0. അപ്പോൾ എക്സ് 0 ആവുന്ന എല്ലാ കാര്യങ്ങളും നോക്കി, വൈ 0, വൈ 1, വൈ 2 ഉള്ള കേസുകൾ നോക്കി. ഇനി നമ്മൾ അടുത്തത് എഫ് ഓഫ് 1 0 ആണ് നോക്കുന്നത്. എഫ് ഓഫ് 1 0 എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 0. എക്സ് 1 ആവുകയും വൈ 0 ആവുകയും എന്ന് പറയുന്ന ഒരു ഔട്ട്കം പോസിബിൾ അല്ല. അതായത് ഫസ്റ്റ് ഔട്ട്കം ഹെഡ് കിട്ടുകയും നമ്പർ ഓഫ് ഹെഡുകൾ 0 ആവുകയും എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ഇവൻ്റ് ആണ്. സോ ദ പ്രോബബിലിറ്റി ഈസ് 0. സെക്കൻഡ് വൺ ഈസ് എഫ് ഓഫ് 1 1. ദറ്റ് ഈസ്
പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 1. എക്സ് 1 ആവുകയാ, വൈ 1 ആവുകയും എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്കം ഏതാണ്? എച്ച് ടി. ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എച്ച് ടി അല്ലേ. പ്രോബബിലിറ്റി ഓഫ് എച്ച് ടി എന്ന് പറഞ്ഞാൽ എച്ച് ടി എന്താണ്? 4 ഔട്ട്കമ്മുകളിൽ എച്ച് ടി കിട്ടാൻ ഫേവറബിളായിട്ട് ഒരൊറ്റ കേസേ ഉള്ളൂ. സോ ദ പ്രോബബിലിറ്റി ഈസ് 1/4. നൗ ലാസ്റ്റ് വൺ ഈസ് എഫ് ഓഫ് 1, 2. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 2. എക്സ് 1 ആവുകയും വൈ 2 ആവുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്കമ്മേ ഉള്ളൂ. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എച്ച് എച്ച്. ഫസ്റ്റ് കോയിൻ ഹെഡ് കാണിക്കുന്നു. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസും 2 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്സ് 2 ആണ്. അപ്പോൾ അതിന് ഫേവറബിളായിട്ടും ഒരു കേസ്. സോ പ്രോബബിലിറ്റി ഈസ് 1/4. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ജോയിൻ PDF കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഒരു ടേബിളിൻ്റെ രൂപത്തിലേക്ക് എഴുതിയാൽ എങ്ങനെയുണ്ടാവും നോക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ രൂപത്തിൽ നമ്മൾ ഈ ഔട്ട്കംസിനെ എഴുതാൻ പോവുകയാണ്. നമ്മളൊരു ടേബിൾ വെച്ചിട്ടുണ്ട്. നമ്മൾ എക്സിൻ്റെ വാല്യൂസാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. എക്സ് 0, 1, വൈൻ്റെ വാല്യൂ 1, 2. അപ്പോൾ എക്സ് 0, വൈ 0 വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്കം 1/4 ആണ് അല്ലേ. പിന്നെ എക്സ് 0, വൈ 1 വന്നപ്പോൾ നമുക്ക് കിട്ടിയത് അഗെയിൻ 1/4 ആണ്. പിന്നെ എക്സ് 0, വൈ 2 വന്നപ്പോൾ നമുക്ക് കിട്ടിയത് 0 ആണ്. പിന്നെ എക്സ് 1, വൈ 0 ചെയ്തപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടി. എക്സ് 1, വൈ 1 വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്കം ഇസ് 1/4. ദെൻ എക്സ് 1, വൈ 2 എന്ന് വന്നപ്പോഴും നമുക്ക് 1/4 കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് എക്സ് കോമ വൈൻ്റെ ജോയിൻ PMFനെ നമ്മൾ ഒരു ടേബിൾ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Let the joint PDF be f of x comma y is equal to 6x square y, 0 less than x less than 1, 0 less than y less than 1 and 0 elsewhere. Find probability of 0 less than x less than 3/4 given 1/3 less than y less than 1. അപ്പം നമുക്കിവിടെ ഒരു ജോയിൻ PMF ആണ് തന്നിരിക്കുന്നത്. ജോയിൻ PMF ഓഫ് എക്സ് കോമ വൈ തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് ഈക്വൽ ടു 6x square y എന്നാണ് തന്നിരിക്കുന്നത്. എക്സിൻ്റെ റേഞ്ച് 0 to 1 ആൻഡ് വൈൻ്റെ റേഞ്ചും 0 to 1 ആണ്. ബാക്കി എല്ലാവിടെയും എഫ് ഓഫ് എക്സ് കോമ വൈ 0 ആണ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞാൽ അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3/4 ഗിവൺ 1/3 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. ഇങ്ങനെ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. അപ്പം നമുക്കറിയാം, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്നൊരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഈ രണ്ട് എണ്ണത്തിൻ്റെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മുകളിലും താഴെയും നമ്മൾ എഴുതിയിരിക്കുന്ന രണ്ടുപേരുടെ ഇൻ്റർസെക്ഷനാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അതായത് ഒന്നിച്ചുള്ള പ്രോബബിലിറ്റി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതേപോലെ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ എയുടെ സ്ഥാനത്ത് ഇതാ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3/4 1/3 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. ആ പ്രോബബിലിറ്റിയാണ്, എക്സും വൈയും ഉൾപ്പെട്ടിട്ടുള്ള പ്രോബബിലിറ്റിയാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ പ്രോബബിലിറ്റി ഓഫ് ഇത് 1/3 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. ഇതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ന്യൂമറേറ്റർ കണ്ടുപിടിക്കാം. അപ്പോൾ ന്യൂമറേറ്ററിൽ പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ന്യൂമറേറ്ററാണ് കാണുന്നത്. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3/4 1/3 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. ഈ പ്രോബബിലിറ്റി കാണണം. അപ്പോൾ എക്സും വൈയും ഉള്ള പ്രോബബിലിറ്റി ആയതുകൊണ്ട് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും ജോയിൻ PDF-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എഫ് ഓഫ് എക്സ് കോമ വൈ dx dy. അതിൽ എക്സിൻ്റെ റേഞ്ച് ഏതാ എടുക്കേണ്ടത്? 0 to 3/4 വൈൻ്റെ റേഞ്ച് ഏതാണ്? 1/3 to
1ഉം എഫ് ഓഫ് എക്സ് കോമ വൈനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 3/4 ഇൻ്റഗ്രൽ 1/3 to 1 എഫ് ഓഫ് എക്സ് കോമ വൈ ദറ്റ് ഈസ് 6x² അതിന് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം dx dy ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇൻ്റഗ്രൽ വരുമ്പോൾ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഞാനിവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 6നെ ഒരു കോമൺ ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തേക്ക് വയ്ക്കാം. 6 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 3/4 x² നമുക്ക് എന്ത് ചെയ്യാം, വൈൻ്റെ ഇൻ്റഗ്രലിന് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. x² പുറത്തേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ബാക്കി ഇൻ്റഗ്രൽ 1/3 to 1 വൈനെ മാത്രമാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടാവുള്ളൂ. dy വൈൻ്റെ ഇൻ്റഗ്രലിൻ്റെ ഒപ്പം dy വയ്ക്കുന്നു. ബാക്കിയുള്ള dxനെ നമുക്ക് ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് വയ്ക്കും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 3/4 x² ഇൻറ്റു വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു y² എന്നാണ് വരുന്നത്. ബിറ്റ്വീൻ ലിമിറ്റ്സ് 1/3 to 1 dx എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ /2നെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ 6/2 പുറത്തുണ്ട്. ഇൻ്റഗ്രൽ 0 to 3/4 x² അല്ലേ. അപ്പോൾ ഇവിടെ y² മാത്രമേ ഉള്ളൂ. y²ന് അതിൻ്റെ അപ്പർ ലിമിറ്റായിട്ടുള്ള 1 കൊടുക്കുക. അപ്പോൾ 1² 1 മൈനസ് ലോവർ ലിമിറ്റായിട്ടുള്ള 1/3 കൊടുക്കുക. അപ്പോൾ 1/3² ദാറ്റ് ഈസ് 1/9 എന്ന് വരുന്നു. dx എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 3/4 x² ഇൻറ്റു 1 മൈനസ് 1/9 എന്ന് പറഞ്ഞാൽ എത്രയാ, 8/9 dx എന്നാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഇങ്ങനെ എഴുതാം. ന്യൂമറേറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 3 ഇൻറ്റു 8/9 നമുക്ക് പുറത്തേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ 3 ഇൻറ്റു 8/9 നമ്മൾ പുറത്തേക്ക് വെച്ചു. അത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽ 0 to 3/4 x² dx ആണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് 8/3 എന്ന് എഴുതാം. x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക, x³ ഡിവൈഡഡ് ബൈ 3 എന്ന് വരുന്നു. ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 3/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ ഇവിടെ 3 ഇൻറ്റു 3 9 ചെയ്തു. x³ അപ്പർ ലിമിറ്റായിട്ടുള്ള 3/4 കൊടുക്കുന്നു. അപ്പോൾ 3/4³ മൈനസ് 0³ ദാറ്റ് ഈസ് ഈക്വൽ ടു 8/9 ഇൻറ്റു 3³ ഇസ് 27/64 എന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ ക്യാൻസൽ ചെയ്ത് പോകുമ്പം നമുക്ക് എന്ത് ചെയ്യാം, 8ഉം 64ഉം ക്യാൻസൽ ചെയ്ത് പോകും, 9ഉം 27ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് 3/8 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ന്യൂമറേറ്ററിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് 3/8 എന്ന് കിട്ടി. ഇനി നമുക്ക് ഡിനോമിനേറ്ററാണ്. ഡിനോമിനേറ്ററിനെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത് y എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളുടെ ഒരു പ്രോബബിലിറ്റിയാണ്. അപ്പോൾ വൈൻ്റെ പ്രോബബിലിറ്റി കാണണമെങ്കിൽ വൈൻ്റെ PDF കാണും. അപ്പോൾ ആദ്യം നമ്മളിവിടെ കാണാൻ പോകുന്നത് മാർജിനൽ PDF ഓഫ് y ആണ്. നമ്മൾ കാണണം മാർജിനൽ PDF ഓഫ് y. അതിനെ നമുക്ക് F2 ഓഫ് y എന്ന് വിളിക്കാം. അപ്പോൾ വാട്ട് ഈസ് F2 ഓഫ് y? F2 ഓഫ് y കാണാൻ ഇൻ്റഗ്രൽ ഓവർ x f ഓഫ് x, y dx ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ റേഞ്ച് 0 to 1 ആണ്. എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ 6x² dx എന്നാണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഇൻ്റഗ്രേഷൻ ഇസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ 6നെയും വൈനെയും ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് വയ്ക്കാം. ഇൻ്റഗ്രൽ 0 to 1 x² dx എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 6y ഇൻറ്റു x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x³ 3 between limits 0 and 1 that is equal to ഇവിടെ 3ഉം 6ഉം ക്യാൻസലായി 2y എന്ന് കിട്ടുന്നു. ഇവിടെ 1³ - 0 അപ്പോൾ 1 തന്നെ, that is 2y.
0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1 എന്ന് കിട്ടി. അപ്പോൾ വൈൻ്റെ മാർജിനൽ PDF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിനോമിനേറ്റർ കണ്ടുപിടിക്കാം. ഡിനോമിനേറ്ററിൽ കാണേണ്ട പ്രോബബിലിറ്റി ഓഫ് 1/3 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/3 to 1 വൈൻ്റെ പി ഡി എഫ് എന്താണ്? 2y dy. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു വൈനെ ചെയ്താൽ y²/2 ബിറ്റ്വീൻ ലിമിറ്റ്സ് 1/3 to 1 ആണ് ചെയ്യേണ്ടത്. ഈ 2ഉം ക്യാൻസൽ ചെയ്തു. ഇനി വൈന് അപ്പർ ലിമിറ്റായിട്ടുള്ള 1 കൊടുത്തു. അപ്പോൾ 1² 1 മൈനസ് ലോവർ ലിമിറ്റായിട്ടുള്ള 3 കൊടുത്തു, 1/3 കൊടുത്തു. അപ്പോൾ 1/3². 1 മൈനസ് 1/9 എന്ന് വരുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു 8/9. അപ്പോൾ നമുക്ക് വേണ്ട എക്സ്പ്രഷനിൽ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ നമുക്ക് 3/8 എന്നും ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ 8/9 എന്നും കിട്ടി. അപ്പോൾ നമ്മുടെ റിക്വയേർഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ എത്രയാണ്? 3/8 ആണ്. ഡിവൈഡഡ് ബൈ 8/9 എന്ന് വന്നിട്ടുണ്ട്. ദറ്റ് ഈസ് 3/8 ഇൻറ്റു 9/8 എന്ന് നമുക്ക് എഴുതാം. ദറ്റ് ഈസ് 27 ഡിവൈഡഡ് ബൈ 64. ഇതാണ് നമ്മുടെ റിക്വയർഡ് പ്രോബബിലിറ്റി കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഫിറ്റിംഗ് ഓഫ് ദ കർവ് y is equal to a b raised to x. അപ്പം ഒരു കേവ് y is equal to a b raised to x എന്ന് പറയുന്ന ഒരു കേവിന് നമുക്ക് ഗിവൺ ആയിട്ടൊരു ന്യൂമറിക്കൽ ഡാറ്റ ഉണ്ടാവും. ഇതിനോട് ഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിലത്തെ എയുടെ വാല്യൂ എന്താണ്, ഈ കേവിലുള്ള കോൺസ്റ്റൻറ്റുകൾ എയുടെ വാല്യൂ എന്താണെന്നും ബിയുടെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ എക്സ്പ്രഷൻ എടുക്കുന്നു. നമ്മൾ എക്സ്പ്രഷൻ ഏതാണ്? കേവിൻ്റെ ഫോർമുല ഇക്വേഷൻ ഇസ് y is equal to a b raised to x എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് എല്ലാം പവറിലാണ് കയറി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലോഗരിതമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ടേക്കിംഗ് ലോഗരിതം എടുക്കുമ്പം log y is equal to log a b raised to x എന്ന് നമുക്ക് എഴുതാം. or log y is equal to logarithm of a into b raised to x നെ log a plus log b raised to x എന്ന് നമുക്ക് എഴുതാം അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു log a plus log b raised to x നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ പവറിലുള്ള എക്സിന് താഴേക്ക് കൊണ്ടുവരാം. x into log b എന്നുള്ള രീതിയിൽ എഴുതും. അപ്പോൾ നമുക്കിപ്പോൾ ഇക്വേഷൻ എങ്ങനെയായി? log y is equal to log a plus x log b എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കൊരു log y ഉണ്ട്, log a ഉണ്ട്, log b ഉണ്ട്. അപ്പോൾ ഈ log വന്നവരെയൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് എഴുതാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. let log y is equal to capital Y, log a is equal to capital A and log b is equal to capital B. അതുകൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ Y is equal to ക്യാപിറ്റൽ A പ്ലസ് log ബിയുടെ സ്ഥാനത്ത് ക്യാപിറ്റൽ B ഇൻറ്റു സ്മോൾ എക്സ്. അപ്പോൾ ഇവിടെ y ആണ് ക്യാപിറ്റൽ, എക്സ് സ്മോൾ ലെറ്റർ തന്നെയാണ് എടുക്കുന്നത്. അതായത് വൈൻ്റെ സ്ഥാനത്ത് log y ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ദാറ്റ് ഈസ് ക്യാപിറ്റൽ Y is equal to a പ്ലസ് ബി എക്സ് എന്ന് പറഞ്ഞ രൂപത്തിലാണ്. ദിസ് ഇസ് എ ലീനിയർ ഇക്വേഷൻ അല്ലേ. ഒരു ലീനിയർ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ഉപയോഗിക്കുന്നു. യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് രണ്ട് നോർമൽ ഇക്വേഷൻസ് കിട്ടുന്നു. നോർമൽ ഇക്വേഷൻസ് നമ്മൾ എഴുതാൻ പോവാണ്. നോർമൽ ഇക്വേഷൻസ്. അപ്പോൾ നോർമൽ ഇക്വേഷൻ എഴുതുന്നത് ഫസ്റ്റ് നോർമൽ ഇക്വേഷൻ എഴുതുന്നത് ഇതിന് സിഗ്മ കൊടുത്തിട്ട് എഴുതുന്ന പോലെയാണ്. അപ്പോൾ സിഗ്മ ക്യാപിറ്റൽ Y is equal to a എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റിന് സമ്മേഷൻ കൊടുക്കുമ്പോൾ n ടൈംസ് a എന്ന് വരും പ്ലസ് b ഇൻറ്റു സമ്മേഷൻ സ്മോൾ എക്സ്
ഇതാണ് ഫസ്റ്റ് നോർമൽ ഇക്വേഷൻ, അല്ലെങ്കിൽ നമുക്ക് y xi എന്നൊക്കെ കൊടുക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് നോർമൽ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത്. ആൻഡ് സെക്കൻഡ് നോർമൽ ഇക്വേഷൻ എഴുതുന്നത് ഇതിനെ xi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ സിഗ്മ കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ സമ്മേഷൻ xi ക്യാപിറ്റൽ yi ഇസ് ഈക്വൽ ടു a ഇൻറ്റു സമ്മേഷൻ xi പ്ലസ് b ഇൻറ്റു സമ്മേഷൻ xi സ്ക്വയർ. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ രണ്ട് നോർമൽ ഇക്വേഷൻസ് എഴുതുന്നു. സോൾവിങ് ദീസ് നോർമൽ ഇക്വേഷൻസ്, ഈ രണ്ട് നോർമൽ ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ നമുക്ക് എയും ക്യാപിറ്റൽ എയും ബിയും കിട്ടും. വിൽ ഗെറ്റ് ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി. പക്ഷെ നമുക്ക് വേണ്ടത് സ്മോൾ എയും സ്മോൾ ബിയും ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്തിനെയാണ് ക്യാപിറ്റൽ എ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ലോഗരിതം ഓഫ് സ്മോൾ എനെയാണ് ക്യാപിറ്റൽ എ എന്ന് കൊടുത്തിരിക്കുന്നത്. ഫോർ സ്മോൾ എ ഈസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് ക്യാപിറ്റൽ എ ആൻഡ് സ്മോൾ ബി ഈസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് ക്യാപിറ്റൽ ബി. ഇങ്ങനെ നമ്മൾ സ്മോൾ എയും സ്മോൾ ബിയും കണ്ടുപിടിച്ചു. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിറ്റിംഗ് ഓഫ് ദിസ് കർവ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്റ്റെയിൻ ദ ആംഗിൾ ബിറ്റ്വീൻ ടു റിഗ്രഷൻ ലൈൻസ്. അപ്പം നമുക്ക് അറിയുന്ന കാര്യമാണ്, നമുക്ക് രണ്ട് റിഗ്രഷൻ ലൈൻസ് ഉണ്ടാവും എപ്പോഴും. റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ ഉണ്ടാവും, അതുമാതിരി റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ്. ഇങ്ങനെ രണ്ട് റിഗ്രഷൻ ലൈൻസ് നമുക്കുണ്ടാവും. അപ്പോൾ ഈ രണ്ട് റിഗ്രഷൻ ലൈൻസിൻ്റെയും ആംഗിൾ, ഒന്നിനെ നമുക്ക് വൈ ഓൺ എക്സ് എന്നും മറ്റൊന്നിനെ നമുക്ക് എക്സ് ഓൺ വൈ എന്നും വിളിക്കും. അപ്പോൾ ഈ രണ്ട് ലൈനുകൾ, റിഗ്രഷൻ ലൈനുകളുടെ ഇടയിലുള്ള എക്യൂട്ട് ആംഗിൾ തീറ്റ, അതിനുള്ള ഒരു എക്സ്പ്രഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ദ എക്യൂട്ട് ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ടു റിഗ്രഷൻ ലൈൻസിനുള്ള എക്സ്പ്രഷൻ. അപ്പോൾ രണ്ട് ലൈനുകളുടെ ഇടയിലുള്ള ആംഗിൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. ടാൻ ഓഫ് ദറ്റ് ആംഗിൾ ബിറ്റ്വീൻ ദ ടു ലൈൻസ് ഇസ് ഈക്വൽ ടു m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2. ഇതാണ് ഫോർമുല. ഇവിടെ m1ഉം m2ഉം ഈ രണ്ട് ലൈനുകളുടെ സ്ലോപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള രണ്ട് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് y ഓൺ എക്സും മറ്റൊന്ന് എക്സ് ഓൺ വൈയും ആണ്. റിഗ്രഷൻ ലൈൻ ഓഫ് y ഓൺ എക്സും എക്സ് ഓൺ വൈയും ആണ്. അപ്പോൾ y ഓൺ എക്സിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? y മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു by(x) ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്നാണ് എഴുതുന്നത് അല്ലേ. y മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു by(x) ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്നാണ് ഇതിനെ എഴുതുന്നത്. അപ്പോൾ ഇങ്ങനൊരു ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് by(x) ആണ്. അതായത് നമുക്ക് m1 എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെടുക്കാം? സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ m(x). അതായത് y is equal to mx plus c എന്ന രൂപത്തിലാവും. എക്സിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളാണ് സ്ലോപ്പ്. ഹിയർ സ്ലോപ്പ് ഇസ് by(x). സിമിലർലി റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. that can be written as x minus x bar is equal to vxy into y minus y bar. അപ്പോൾ ഇതിൽ സ്ലോപ്പ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് y is equal to എന്ന് പറഞ്ഞ ഫോർമുല എഴുതണം. അപ്പോൾ സ്ലോപ്പ് വിൽ ബി 1 ഡിവൈഡഡ് ബൈ vxy. ഇതാണ് അതിൻ്റെ സ്ലോപ്പ്. അപ്പോൾ രണ്ട് സ്ലോപ്പുകൾ നമുക്ക് കിട്ടി. നമുക്കിവിടെ ടാൻ തീറ്റ എഴുതാം. ടാൻ തീറ്റ is equal to m2 minus is 1 by bxy minus m1. m1 is by(x) divided by 1 plus 1 by bxy into by(x). ഇങ്ങനെയാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 മൈനസ് bxy into by(x) ഡിവൈഡഡ് ബൈ bxy. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ by(x) by bxy ആണ്. ഇവിടെയും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ bxy പ്ലസ് by(x) ഡിവൈഡഡ് ബൈ bxy എന്ന് കിട്ടുന്നു. രണ്ടിൻ്റെയും ന്യൂമറേറ്ററുകൾ സെയിം ആണ്, അവർ നമ്മൾ ഡിനോമിനേറ്ററുകൾ സെയിം ആണ്, അവർ നമ്മൾ ക്യാൻസൽ ചെയ്തു. സോ വിൽ ഗെറ്റ് 1 മൈനസ് bxy ഇൻറ്റു by(x) ഡിവൈഡഡ് ബൈ
ബി എക്സ് വൈ പ്ലസ് ബി വൈ എക്സ്. ഇങ്ങനെയാണ് നമുക്ക് ടാൻ തീറ്റ കിട്ടുന്നത്. ദാറ്റ് ഈസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ഡിവൈഡഡ് ബൈ ബി എക്സ് വൈ പ്ലസ് ബി വൈ എക്സ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ എന്ന് പറഞ്ഞാൽ, അതായത് പ്രോഡക്റ്റ് ഓഫ് ടു റിഗ്രഷൻ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആർ സ്ക്വയർ, കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ ആണ്. അതുമാതിരി ബി എക്സ് വൈനെ നമുക്ക് ആർ ഇൻറ്റു സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ എന്ന് എഴുതാം. ആൻഡ് ബി വൈ എക്സിനെ നമുക്ക് ആർ ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ് എന്നും എഴുതാം. അപ്പോൾ അതിനെ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 മൈനസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ പ്ലസ് ആർ ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ് എന്ന് വരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആറിനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് സിഗ്മ വൈ, or that is tan theta is 1 minus r square divided by r into ഞാൻ സിഗ്മ എക്സ് സിഗ്മ വൈനെ മുകളിലേക്ക് കൊണ്ടുപോവാണ്. സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ വൈ സ്ക്വയർ. ദറ്റ് ഇസ് ടാൻ തീറ്റ. Therefore the angle theta is equal to tan inverse of this 1 minus r square by r into sigma x sigma y divided by sigma x square plus sigma y square. ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ടു റിഗ്രഷൻ ലൈൻസ്.